റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. മാഞ്ചസ്റ്ററിലെ സിനഗോഗിൽ ഭീകരാക്രമണം നടത്തി 2 പേരെ കൊലപ്പെടുത്തി. ജൂത കലണ്ടറിലെ പുണ്യദിനമായ യോം കിപ്പൂർ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ സിനഗോഗിൽ ഒത്തുകൂടിയ വിശ്വാസികൾക്ക് നേരെയാണ് ഭീകരാക്രമണം ഉണ്ടായത്. കാറിലെത്തിയ അക്രമി ജനക്കൂട്ടത്തിലേക്ക് വാഹനം ഓടിച്ചു കയറ്റിയ ശേഷം പുറത്തിറങ്ങി ആളുകളെ കടാര ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ 2 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരമാണ്. വ്യാജ സൂയിസൈഡ് ബോംബ് വെസ്റ്റ് ധരിച്ച് കയ്യിൽ കത്തിയുമായി എത്തിയ തീവ്രവാദി 6 മിനിറ്റോളം നീണ്ട ആക്രമണമാണ് നടത്തിയത്. കീഴടങ്ങാൻ മടിച്ച അക്രമിയെ പോലീസ് വെടിവെച്ചു കൊന്നു. നോർത്ത് മാഞ്ചസ്റ്ററിലെ ക്രംസാൽ സിനഗോഗിലായിരുന്നു ഭീകരാക്രമണം. സിനഗോഗിന് പുറത്തു നിന്നവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. സുരക്ഷാ ജീവനക്കാർ തടഞ്ഞതിനാൽ ആക്രമിക്ക് സിനഗോഗിന് അകത്തേക്ക് പ്രവേശിക്കാനായില്ല. 2 പേർ അറസ്റ്റിലായതായി UK തീവ്രവാദ വിരുദ്ധ പോലീസ് തലവൻ ലോറൻസ് ടൈലർ സ്ഥിരീകരിച്ചു. പോലീസിന് ലഭിച്ച കോൾ കഴിഞ്ഞ് 7 മിനിറ്റിനുള്ളിൽ അക്രമിയെ കീഴടക്കിയതായി അധികൃതർ പറഞ്ഞു. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് 30കളിൽ പ്രായമുള്ള 2 പേരെയും 60കളിൽ പ്രായമുള്ള ഒരു സ്ത്രീയും അറസ്റ്റിലായിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. ബ്രിട്ടനെ നടുക്കിയ മാഞ്ചസ്റ്ററിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെങ്ങും അതീവ ജാഗ്രത. സംഭവത്തിൽ കൂടുതൽ പേരുടെ ജീവൻ നഷ്ടമാകാതെ കാത്തത് ഒരു ജൂത പുരോഹിതന്റെ ഇടപെടലാണ്. പുറത്തുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെയും മറ്റുള്ളവരെയും ആക്രമിച്ച അക്രമിയുടെ ലക്ഷ്യം ഉള്ളിൽ കടന്ന് കൂടുതൽ പേരെ കൊലപ്പെടുത്തുക എന്നതായിരുന്നു. ഈ ശ്രമത്തെ തടഞ്ഞത് പുരോഹിതന്റെ ഇടപെടലായിരുന്നു. ഡബി ഡാനിയൽ വാക്കറാണ് ഇടപെടൽ നടത്തിയ പുരോഹിതൻ. സിനഗോഗിന് പുറത്ത് കത്തിയുമായി ആളുകൾക്ക് നേരെ അക്രമിപ്പാഞ്ഞെടുത്തതോടെ റബി വാക്കർ സിനഗോഗിന്റെ വാതിലടച്ചു, ബാരിക്കേഡ് തീർത്തു. ഇതോടെ സിനഗോഗിന് ഉള്ളിലേക്ക് അക്രമി കടക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു. അകത്തുള്ളവരെ സംരക്ഷിച്ചു നിർത്താൻ ഇതിലൂടെ സാധിച്ചു. UK-യിലെ ജ്ഞാനായ കത്തോലിക്കാർക്ക് വേണ്ടി സ്ഥാപിതമായ 15 ജ്ഞാനായ മിഷനുകളുടെ നേതൃത്വത്തിൽ നാളെ നടത്തപ്പെടുന്ന 3ാമത് ജ്ഞാനായ കുടുംബസംഗമത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. UK-യിൽ ജ്ഞാനായക്കാരുടെ കൂട്ടായ്മകൾ ഏറെയുണ്ടെങ്കിലും കോട്ടയം അതിരൂപതയോട് ചേർന്ന് നിന്നുകൊണ്ട് നടത്തുന്ന ഈ കൂട്ടായ്മ വാഴ്വ് 25 വാഴ്വിന് ഒരു വീട് എന്നുള്ളതും വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്കായി കരിയർ ഗൈഡൻസ് ഉൾപ്പെടെയുള്ള പ്രത്യേകം ക്ലാസുകൾ പ്രാഗൽഭ്യം നേടിയ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തുന്നത് ഈ വർഷത്തെ വാഴ്വിന്റെ പ്രത്യേകതയാണ്. വാഴ്വ് എന്ന പേരിന് അന്വർത്ഥമാക്കും വിധം കുർബാനയുടെ ആരാധനയോടെയും ആശീർവാദത്തോടെയും രാവിലെ 9:45 പരിപാടികൾ ആരംഭിക്കും. 10:30 മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ UK-യിൽ ജ്ഞാനായ വൈദികരുടെ സഹകാർമ്മികത്വത്തിൽ പോന്തിഫിക്കൽ കുർബാന അർപ്പിക്കപ്പെടുന്നു. ഉച്ചഭക്ഷണത്തെ തുടർന്ന് പൊതുസമ്മേളനം എന്നിവയ്ക്ക് ശേഷം UK-യിലെ എല്ലാ മിഷനുകളിൽ നിന്നുമുള്ള കലാപ്രതിഭകളുടെ മികവുറ്റ പരിപാടികൾ, ജ്ഞാനായ സിംഫണി മേളം എന്നിവ വേദിയിൽ അരങ്ങേറും. രാത്രി 8 മണിയോടെ പരിപാടികൾക്ക് തിരശ്ശീല വീഴും. നോർത്ത് അറ്റ്ലാന്റിക്കിൽ വികസിക്കുന്ന ആമി കൊടുങ്കാറ്റ് UK-യിലേക്ക് അതിശക്തമായ മഴയും കാറ്റും എത്തിക്കും. ഇന്നും നാളെയും ദിവസങ്ങളിൽ ആമി കൊടുങ്കാറ്റിന്റെ പ്രഭാവം വ്യക്തമാകും. കൊടുങ്കാറ്റിന് ശക്തി പകരാൻ 2 ചുഴലിക്കാറ്റുകൾ കൂടി ഒപ്പമുണ്ട്. നിലവിൽ ഇത് രൂപപ്പെട്ട് വരികയാണെങ്കിലും സ്ഫോടനാത്മകമായ അവസ്ഥയിലേക്ക് 24 മണിക്കൂറിനുള്ളിൽ മാറുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിഗമനം. ആമി കൊടുങ്കാറ്റിന്റെ സഞ്ചാരപാത സംബന്ധിച്ച് അനിശ്ചിതാവസ്ഥകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും UK-യിലേക്ക് ശക്തിയേറിയ കാറ്റ് എത്തിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുമുണ്ട്. ഇനി നാട്ടിലെ വാർത്തകൾ. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിപ്പ്. ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. വടക്ക് കിഴക്കൻ അറബിക്കടലിൽ നിലവിലുള്ള അതിതീവ്ര ന്യൂനമർദ്ദം തീവ്ര ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുതചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുമുണ്ട്. അതിനാൽ പൊതുജനങ്ങൾ മുൻകരുതലുകൾ എടുക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ബീഹാറിൽ നിതീഷ് കുമാറിന്റെ പാർട്ടിയായ JDU 25-ൽ കൂടുതൽ സീറ്റുകൾ നേടിയാൽ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുമെന്ന് ജൻസുരാജ് പാർട്ടി നേതാവ് പ്രശാന്ത് കിഷോർ. ബീഹാറിലെ 243 സീറ്റിലും തന്റെ പാർട്ടി തനിച്ച് മത്സരിക്കുമെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു. മുഖ്യമന്ത്രി എന്ന നിലയിൽ നിതീഷ് കുമാറിന്റെ അവസാന ഊഴമാണ് ഇപ്പോഴത്തേത്. അദ്ദേഹം ക്ഷീണിതനും ഏറെക്കുറെ കളം വിട്ട നിലയിലുമാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളും ഒരു വിഷയമാണ്. എന്റെ വാക്കുകൾ കുറിച്ചോളൂ. ഈ വർഷം അദ്ദേഹം 25 സീറ്റുകൾ കൂടുതൽ നേടാൻ പോകുന്നില്ല. ഇനി നിതീഷ് കുമാർ 25 സീറ്റുകൾ അധികം നേടുകയാണെങ്കിൽ ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുമെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു. RJDയിലെയും കോൺഗ്രസിലെയും അഴിമതി എല്ലാവർക്കും അറിയാവുന്നതാണെന്നും അതുകൊണ്ടാണ് ഇക്കുറി BJP മന്ത്രിമാരുടെ അഴിമതി തുറന്നു കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി സ്പോർട്സ് വാർത്തകൾ. വെസ്റ്റ് ഇൻഡീസിനെതിരായ ആദ്യ ടെസ്റ്റിൽ സെഞ്ചുറി അടിച്ച് ഇന്ത്യയുടെ സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ. അഹമ്മദാബാദ് ടെസ്റ്റിലെ 2ാം ദിനം ഇന്ത്യ നേടുന്ന 3ാം സെഞ്ചുറിയാണിത്. ഓപ്പണർ KL രാഹുലിനും വിക്കറ്റ് കീപ്പർ ബാറ്റർ ധ്രുവ് ജുറലിനും പിന്നാലെയാണ് ജഡേജയും 3 അക്കം തികച്ചത്. 75 പന്തിൽ അർദ്ധ സെഞ്ചുറി കടന്ന ജഡേജ 168 പന്തിൽ സെഞ്ചുറിയും പൂർത്തിയാക്കി. താരത്തിന്റെ 6ാം ടെസ്റ്റ് സെഞ്ചുറിയാണ് ഇത്. 119.54 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.
Radio Lime.